ഗുഡ് മോർണിംഗ് അഖില. ഗുഡ് മോർണിംഗ് രാജേഷ്. നമസ്കാരം. ഗുഡ് മോർണിംഗ് കേരളത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞായറാഴ്ച, അവധിയുടെ ആലസ്യമാണ്. എങ്കിലും ഓണാവേശത്തിലാണ് മലയാളികൾ. ഇതിനിടയിലും വാർത്താ ലോകത്ത് വിശേഷങ്ങൾ ഏറെയുണ്ട്. ഒപ്പം തന്നെ പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇന്നലെ വരെ എന്തുണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇന്നലെ സംഭവിച്ച തെറ്റുകൾ എന്ത്, പരാജയങ്ങൾ എന്ത് എന്നതിനെക്കുറിച്ച് ഓർത്ത് വിഷമിക്കേണ്ട ഒരു സാഹചര്യം അല്ലേ രാജേഷ്? ഇന്ന് എന്താണ്, അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് പുതിയ അവസരമാണ് എന്ന് ഓർക്കുക. ഒപ്പം രാജേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഓണാവധിയാണ്. ധാരാളം വാർത്തകൾ പക്ഷേ അതിനിടയിൽ ഉണ്ട് അല്ലേ? മഴയുണ്ട്, മാസപ്പടിയുണ്ട്, അങ്ങനെ ധാരാളം വാർത്തകളൊക്കെ ഉണ്ട്. ആ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും ഒക്കെ വരാം. ആദ്യം തലക്കെട്ടുകൾ. ഒഡീഷയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പുറപ്പെട്ട ചരക്ക് കപ്പൽ മുങ്ങി. 22 പേരെ കാണാതായി. കപ്പലിൽ ഉണ്ടായിരുന്നത് 24 ജീവനക്കാർ. ബംഗാൾ ഉൾക്കടലിൽ അപകടത്തിൽപ്പെട്ടത് MV ഓഷ്യൻ വിനർ. സംസ്ഥാനത്ത് ഇന്നു മുതൽ പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലർട്ട്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. മാസപ്പടി കേസ് രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ CPM. കോഴിക്കോട് നിന്ന് വിശദീകരണ യോഗം. MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്തതിലെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് IG-ക്ക് കൈമാറും. ജൻസികളെ കൂടെ നിർത്താൻ പുതിയ പദ്ധതികളുമായി BJP. യുവസംവാദ്, ഇന്നൊവേഷൻ ചലഞ്ച് എന്നീ പേരുകളിൽ പരിപാടി സംഘടിപ്പിക്കും. ശ്രീലങ്കയ്ക്കെതിരായ ടെസ്റ്റ് പരമ്പര പിടിക്കാൻ ഇന്ത്യ. രണ്ടാം മത്സരം ഇന്ന് രാവിലെ 10:30 മുതൽ കൊളംബോയിൽ. ഇന്ത്യ 1-0 മുന്നിൽ. മഴയുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു മഴ പെയ്യാൻ തുടങ്ങിയല്ലേ, ശക്തമായ മഴ. അതിൽ പ്രധാന വിഷയം, കുറച്ച് ദിവസം മഴ ഇല്ലായിരുന്നു. ഓണത്തിന് ഒരുങ്ങാനുള്ള ഒരു സമയം കൊടുത്തു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഓണത്തിന് മഴ പെയ്താൽ നമ്മുടെ ഓണം അത്ര ഭംഗിയാവില്ല അല്ലേ? ഓണം കുളമാവും. അതെ. എന്തായാലും ആ മഴയെ സംബന്ധിച്ച വാർത്തയിലേക്കാണ് പോകുന്നത്. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന വിവരം. ബംഗാൾ ഉൾക്കടലിലും ഒഡീഷ, ആന്ധ്ര തീരത്തും രൂപം കൊണ്ട ചക്രവാത ചുഴിയാണ് മഴയ്ക്ക് കാരണം. കോഴിക്കോട് മുതൽ കാസർഗോഡ് വരെയുള്ള വടക്കൻ ജില്ലകളിൽ ഇതേ തുടർന്ന് യെല്ലോ അലർട്ടൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം ഇതിന്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയേണ്ടതുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് രജിത് കുമാർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. രജിത്, ശക്തമായ മഴ പെയ്യും എന്നുള്ള ഒരു മുന്നറിയിപ്പ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുകയാണ്. ഓണാഘോഷമൊക്കെ രാജേഷ് സൂചിപ്പിച്ച പോലെ പൊടിപൊടിക്കുന്ന സമയത്താണ് മഴയും കൂടി എത്തുന്നത്. ഗുഡ് മോർണിംഗ് അഖില. രാജേഷ്, മഴയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇടവേളയ്ക്ക് ശേഷമാണ് ഇപ്പോൾ മഴ വീണ്ടും ശക്തമാകാൻ പോകുന്നതെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം തന്നെ വ്യക്തമാക്കുന്നുണ്ട്. സംസ്ഥാനത്ത് ബംഗാൾ ഉൾക്കടലിലും അതുപോലെ തന്നെ ഒഡീഷ, ആന്ധ്രാപ്രദേശ് തീരങ്ങളിലും ഒരു ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. അപ്പം മധ്യപ്രദേശിൻ്റെ മുകളിൽ ഒരു ന്യൂനമർദ്ദവും രൂപപ്പെട്ടിരിക്കുന്നു. ഇത് തന്നെയാണ് വരും ദിവസങ്ങളിൽ ശക്തമായ മഴയ്ക്ക്, കേരളത്തിലേക്ക് ശക്തമായ മഴ എത്താനുള്ള പ്രധാന കാരണമായി പറയുന്നത്. 4 ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതിശക്തമായ ഒരു മഴയ്ക്കാണ് സാധ്യതയെന്നും മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള ഉരുൾപൊട്ടൽ സാധ്യതകൾ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പ്രത്യേക ജാഗ്രതാ നിർദ്ദേശമടക്കം ഇതിനോടകം തന്നെ നൽകിയിട്ടുമുണ്ട്. ഈ ഭാഗങ്ങളിൽ ജാഗ്രത കൃത്യമായി തന്നെ പാലിക്കണമെന്ന നിർദ്ദേശം ഇതിനോടകം നൽകുന്നു. ഒപ്പം തന്നെ നാളെയും മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ്. 5 ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇന്ന് വടക്കൻ ജില്ലകളിലാണെങ്കിൽ നാളെ തൃശ്ശൂർ, എറണാകുളം, ഇടുക്കി, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത്. ഇവിടെയും ശക്തമായ മഴയും കാറ്റും ഉണ്ടാകാനുള്ള സാധ്യതയാണ് ഉള്ളത്. ലക്ഷദ്വീപിലും അതുപോലെ ലക്ഷദ്വീപിൻ്റെ പ്രദേശങ്ങളിലൊക്കെയായി കാറ്റ് ശക്തമായി തന്നെ വീശാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് മത്സ്യബന്ധനത്തിനടക്കം നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂനമർദ്ദവും അത് ശക്തമായ ചക്രവാത ചുഴികളുമാണ് മഴ ശക്തമാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം. എന്തുതന്നെയായാലും കനത്ത ജാഗ്രതാ നിർദ്ദേശം ഇതിനോടകം തന്നെ പുറപ്പെടുവിച്ചിരുന്നു. ജാഗ്രതാ നിർദ്ദേശം എല്ലാവരും കൃത്യമായി പാലിക്കുക. വരും ദിവസങ്ങളിലും മഴ ശക്തമാകാനുള്ളൊരു സാധ്യത തന്നെയാണ് ഉള്ളത്. യെസ്, രജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരുപക്ഷെ ഈ ഓണക്കാലത്ത് രസംകൊല്ലിയായി മഴ ഉണ്ടാകുമെന്നൊരു മുന്നറിയിപ്പാണ്. കാരണം ഉത്രാടപ്പാച്ചിലൊക്കെ ആണല്ലോ ആൾക്കാരെല്ലാം പുറത്തിറങ്ങി. മലയാളികളുടെ ഒരു ബേസിക് ക്യാരക്ടറാണ്. അതായത് അവസാന സമയം വരെ കാത്തിരിക്കുക, എന്നിട്ടായിരിക്കും ഓണമാണ് ഉത്രാടപ്പാച്ചിൽ എന്ന് തന്നെ അറിയുന്നത്. അതുകൊണ്ട് മഴ ഉണ്ടാകും. അതുകൊണ്ട് ഇനി അതുവരെ കാത്ത് നിൽക്കേണ്ട, എത്രയും പെട്ടെന്ന് പർച്ചേസിംഗ് ഉണ്ടെങ്കിൽ നേരത്തെ ആയിക്കോട്ടെ എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു മുന്നറിയിപ്പായിട്ട് നമുക്ക് പറയാനുള്ളത് അല്ലേ? തീർച്ചയായിട്ടും. പക്ഷേ ഇനി നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോവുകയാണ്. അതായത്
ഒഡീഷ തീരത്ത് നിന്ന് സിംഗപ്പൂരിലേക്ക് പോയ ഒരു ചരക്ക് കപ്പൽ മുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ആ പ്രധാനപ്പെട്ട വാർത്ത. തീരത്ത് നിന്ന് 240 നോട്ടിക്കൽ മൈൽ അകലെ പനാമ പതാകേന്ത്യ ചരക്ക് കപ്പലാണ് അപകടത്തിൽപ്പെട്ടത്. ഒഡീഷയിലെ പാരാദ്വീപ് തുറമുഖത്ത് നിന്ന് ഇരുമ്പയിരുമായി പുറപ്പെട്ട MV ഓഷ്യൻ വിന്നർ എന്ന കപ്പലിൽ 20 ചൈനീസ് പൗരന്മാരടക്കം 24 ജീവനക്കാരാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും നാവികസേനയും സംയുക്തമായി നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ 2 പേരെ രക്ഷപ്പെടുത്തിയതായുള്ള വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നുണ്ട്. ജിഷ്ണു, ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് എന്താണ് രക്ഷാപ്രവർത്തനം, എങ്ങനെ പുരോഗമിക്കുന്നു? അതിൽ ഇന്ത്യക്കാരെ ആരെങ്കിലും ഉണ്ടോ? മറ്റ് കാര്യങ്ങൾ എങ്ങനെയാണ്? രാജേഷ്, അഖില, ഏറ്റവും ഒടുവിൽ ലഭ്യമായിട്ടുള്ള വിവരപ്രകാരം ഈ രക്ഷാപ്രവർത്തനത്തിൽ 2 പേരെ രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. മറ്റു വിവരങ്ങൾ ഇതുവരെ ഔദ്യോഗികമായി പുറത്തു വന്നിട്ടില്ല. അത് ഒന്നുകിൽ കോസ്റ്റ് ഗാർഡിന്റെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ നേവിയുടെ ഭാഗത്തുനിന്നോ അത്തരത്തിൽ പുതിയ വിവരങ്ങൾ ഈ ജീവനക്കാരുടെ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടില്ല. കപ്പലിൽ മറ്റ് ഇന്ത്യൻ പൗരന്മാരൊന്നുമില്ല. 24 പേരായിരുന്നു കപ്പലിൽ ഉണ്ടായിരുന്നത്. അതിൽ 20 പേർ ചൈനീസ് പൗരന്മാരാണ്, 3 പേർ മ്യാൻമാർ, ഒപ്പം ഒരു ബംഗ്ലാദേശി പൗരനും ഉൾപ്പെടെ 24 പേരാണ് ഈ ചരക്ക് കപ്പലിൽ ഉണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം ഒഡീഷയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പുറപ്പെട്ടതാണ് കപ്പൽ. അത് ഒഡീഷ്യൻ തീരത്ത് നിന്ന് ഏകദേശം 240 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചാണ് അപകടമുണ്ടായത്. ആദ്യം കപ്പലിലേക്കുള്ള സിഗ്നൽ നഷ്ടപ്പെട്ടതായി കണ്ടെത്തി. പിന്നീട് നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ ചരക്ക് കപ്പൽ തീരത്ത് നിന്ന് ഏകദേശം 240 നോട്ടിക്കൽ മൈൽ അകലെ ബംഗാൾ ഉൾക്കടലിൽ മുങ്ങി എന്ന വിവരം പുറത്തു വരുന്നത്. ഉടൻ തന്നെ ഇന്ത്യൻ നേവിയും കോസ്റ്റ് ഗാർഡും ഉൾപ്പെടെയുള്ളവർ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചു. അത്തരത്തിൽ നടത്തിയ രക്ഷാപ്രവർത്തനത്തിലൂടെ 2 പേരെ രക്ഷപ്പെടുത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഔദ്യോഗികമായി അറിയിച്ചിട്ടുള്ളത്. ഒഡീഷയിൽ നിന്ന് സിംഗപ്പൂരിലേക്ക് പോയിരുന്ന പനാമ പതാക വഹിച്ചിരുന്ന കപ്പലാണ് മുങ്ങിയിട്ടുള്ളത്. പാരാദ്വീപിൽ നിന്ന് ഏകദേശം 240 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഇത്തരത്തിൽ അപകടം ഉണ്ടായിട്ടുള്ളത്. രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് ആ മേഖലയിൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം എന്താണ് കപ്പൽ ഇത്തരത്തിൽ അപകടത്തിൽപ്പെടാൻ അല്ലെങ്കിൽ മുങ്ങാൻ കാരണം എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല. അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ കൂടി പുറത്തു വരേണ്ടതുണ്ട്. രാജേഷ്. ജിഷ്ണു, ഇനി വരും മണിക്കൂറുകളിൽ ജിഷ്ണുവിനെ സമീപിക്കാം. അതായത് ഈ കൂടുതൽ ഇതിൻ്റെ അപ്ഡേറ്റഡ് വാർത്തകളിലൊക്കെ എന്തായാലും എന്താണ് ഈ കപ്പൽ മുങ്ങാനുള്ള കാരണം എന്നതിനെ കുറിച്ചുള്ള അന്വേഷണം പുരോഗമിക്കാൻ 2 പേരെ മാത്രമേ രക്ഷപ്പെടുത്തിയിട്ടുള്ളൂ. ബാക്കിയുള്ള 24 ജീവനക്കാരുണ്ടല്ലോ. നമ്മൾ വളരെ ആശങ്കയോടുകൂടിയാണ് അതിനെ കാണേണ്ടത്. ശരി, ഇനിയിപ്പോൾ നമുക്കിനി നമ്മുടെ സംസ്ഥാനത്തെ മറ്റു വാർത്തയിലേക്ക് കടക്കുകയാണ്. അതിൽ ഏറ്റവും വിവാദമായി നിൽക്കുന്നത് മാസപ്പടി കേസ് തന്നെയാണ്. മാസപ്പടി കേസ് രാഷ്ട്രീയമായി പ്രതിരോധിക്കാൻ CPM തയ്യാറെടുക്കുകയാണ്. കോഴിക്കോട് ഇന്ന് ഒരു വിശദീകരണ യോഗവും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. എന്തായാലും കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് തന്നെ പറയുകയുണ്ടായി, എൻ്റെ കൈകൾ ശുദ്ധമാണ് എന്ന്, അല്ലേ? അത് ആദ്യം മുതലേ അങ്ങനെയാണല്ലോ പറഞ്ഞിരുന്നത്. മടിയിൽ കനമുള്ളവനാണ് പേടിക്കാനുള്ളത് എന്ന് ആദ്യം മുതൽ പറയുന്നു. പിന്നെ ഓരോ തവണയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ED റെയ്ഡൊക്കെ വന്നപ്പോഴും ഒക്കെ പലതരത്തിൽ അതിനെ പ്രതിരോധിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പോൾ CPM ഒന്നടങ്കം പ്രതിരോധിക്കുകയാണ്. മുഹമ്മദ് റിയാസിനൊക്കെ സുഹൃത്തുക്കളുടെയൊക്കെ പരിശോധനയൊക്കെ വന്ന പശ്ചാത്തലത്തിൽ, അല്ലേ? അങ്ങനെ കൂടി നമുക്ക് എന്തായാലും ആ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ അറിയേണ്ടതുണ്ട്. കോഴിക്കോട് നിന്ന് അനഘയാണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുക. അനഘ, ഗുഡ് മോർണിംഗ്. എങ്ങനെയാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വിശദീകരണ യോഗം ചേരാൻ CPM ഉദ്ദേശിക്കുന്നത്? അങ്ങനെ ഒരു വിശദീകരണ യോഗം കൊണ്ട് മാത്രം പ്രതിരോധിക്കാൻ കഴിയുന്ന വിഷയമാണോ ഉണ്ടാകുന്നത്? ഗുഡ് മോർണിംഗ്. ഇന്ന് വൈകിട്ടാണ് ഈ CPMന്റെ ഒരു വിശദീകരണ യോഗം കോഴിക്കോട് ചേരുന്നത്. കോഴിക്കോട് മുതലക്കുളത്തെ മൈതാനത്താണ് ഈ രാഷ്ട്രീയ വിശദീകരണ യോഗം ചേരുന്നത്. നമുക്കറിയാം, ഈ മാസപ്പടി കേസുമായി ബന്ധപ്പെട്ട വീണ തൈക്കണ്ടിയുടെ ഈ വീടുകളിലും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിന്റെ അടുപ്പക്കാരിലേക്കും അടക്കം ഈ പരിശോധനകൾ എത്തിയിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കോഴിക്കോടും സമാനമായ രീതിയിൽ തിരുവനന്തപുരത്ത് നടന്ന റെയ്ഡിന് സമാനമായ രീതിയിൽ കോഴിക്കോടും റിയാസിന്റെ അടുപ്പക്കാരുടെ വീടുകളിലും അതുപോലെ തന്നെ ഫ്ളാറ്റുകളിലും അടക്കം ഈ EDയുടെ പരിശോധന നടത്തിയത്. CPMന്റെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള P നിഖിലിന്റെ വീട്ടിലും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലും അടക്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പരിശോധന നടത്തിയിരുന്നു. രാവിലെ തുടങ്ങിയ റെയ്ഡ് അടക്കം വൈകിട്ടോടെയാണ് ഈ റെയ്ഡ് നിഖിലിന്റെ ഫ്ളാറ്റിലടക്കം നടത്തിയ പരിശോധന പൂർത്തിയായത്. ഏതായാലും അന്ന് അതായത് ഈ പരിശോധനയുടെ അന്ന് വളരെ കരുതലോടുകൂടി തന്നെയാണ് ഈ തിരുവനന്തപുരത്ത് നമുക്കറിയാം വലിയ രീതിയിലുള്ള ഒരു ആക്രമണം ഒക്കെ ഉണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കോഴിക്കോട് പക്ഷേ ഒരു ശാന്തമായിട്ടുള്ള
സമീപനമാണ് ജില്ലാ കമ്മിറ്റി സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ ഇതിന് പിന്നാലെ തന്നെ ഇത്തരത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം അന്ന് വൈകിട്ട് കോഴിക്കോട് നടന്നിരുന്നു. പക്ഷേ ഈ പ്രതിഷേധ പ്രകടനത്തിലടക്കം നിരവധി പേർ പങ്കെടുത്തില്ല എന്നതടക്കമുള്ള ഒരു കാര്യവും ഈ ജില്ലാ കമ്മിറ്റി പങ്കുവച്ചിരുന്നു. മാത്രമല്ല ഈ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി കൂടിയായിട്ടുള്ള എം മെഹബൂബ് അടക്കം ഈ പി നിഖിലിനടക്കം പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെ എം വി ഗോവിന്ദനും ഈ പി നിഖിലിനും അതുപോലെ തന്നെ പി നിഖിലിനടക്കം പിന്തുണയുമായി രംഗത്ത് വന്നിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ വീണ തൈക്കണ്ടിയെ കേന്ദ്രീകരിച്ച് നടക്കുന്ന ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ റെയ്ഡ് ഈ പിണറായി വിജയനിലേക്കും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസിലേക്കും അദ്ദേഹത്തെ പൂട്ടാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി തന്നെയാണ് എന്നാണ് CPM നൽകുന്ന വിശദീകരണം. ഇതിന്റെ ഭാഗമായി തന്നെയാണ് ഇന്ന് വൈകിട്ട് ഈ CPMന്റെ സംസ്ഥാന സെക്രട്ടറി കൂടിയായിട്ടുള്ള എം വി ഗോവിന്ദൻ നടത്തുന്ന ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം നടത്താൻ CPIM തീരുമാനിച്ചിട്ടുള്ളത്. ഈ നിഖിലടക്കം ഈ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയുടെ ഭാഗമായതിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകിട്ട് CPIM ഇത്തരത്തിലുള്ളൊരു രാഷ്ട്രീയ വിശദീകരണത്തിലേക്ക് കടക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. യെസ്, അനക്കെയാണ് വിശദാംശങ്ങൾ നൽകിയത്. അഖില, ഇതുപോലെ സംസ്ഥാനം മുഴുവനും ഓടി നടന്ന് വിശദീകരിക്കേണ്ട ഒരു അവസ്ഥ പാർട്ടിക്ക് തീർച്ചയായിട്ടും അണികളെ മുഴുവൻ ഇനി ഒന്നാമത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ തന്നെ അണികളൊക്കെ വിട്ടുപോയി എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയിട്ടുണ്ട്. ഒരു വിലയിരുത്തൽ അത് അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ അണികളെ ഒപ്പം നിർത്തണം. ഒപ്പം ഇനി അടുത്ത 5 വർഷം കഴിഞ്ഞ് വീണ്ടും അധികാരത്തിലെത്തണമെങ്കിൽ ഇപ്പോഴേ ആളുകളെ ചേർക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിനുവേണ്ടി എന്തായാലും വിശദീകരിക്കേണ്ടി വരും. അവരുടെ ഒരു പ്രതിച്ഛായ ബാധിച്ച ഒരു കേസ് കൂടിയായിരുന്നു EDയുടെ കേസ്. ഇനി അതിനെക്കാട്ടിലും വേറൊരു കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമാശ പോലെ തോന്നാം അല്ലേ? അതിലൊരു എന്താ പറയുക, പ്രത്യേകിച്ച് അതിലെന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിച്ചാൽ പറയാനില്ല. എന്നാൽ പറയാനുണ്ടെന്ന് പറഞ്ഞാൽ ഉണ്ട് തന്നെയാണ്. കാരണം ഒരു നിയമത്തെ വെല്ലുവിളിക്കുന്നത് പോലെ അല്ലെങ്കിൽ അതിനെ ഒരു അപഹാസ്യപ്പെടുന്ന അല്ലെങ്കിൽ ഹാസ്യരൂപേണ കാണുന്ന ഒരു വാർത്ത കൂടിയായിരുന്നു അല്ലേ. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികൾ തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ പങ്കെടുത്ത സംഭവത്തിൽ നടപടി ഉണ്ടാകുന്നു. എന്തായാലും പ്രതികൾക്ക് പോലീസിൻ്റെ ഒത്താശ ലഭിച്ചിരിക്കാമെന്ന് കാട്ടി സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയിരിക്കുകയാണ്. കമ്മീഷണർക്ക് നൽകിയ റിപ്പോർട്ട് IG-ക്ക് കൈമാറും. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് രജിത്താണ് നൽകുക. നമുക്ക് രജിത്ത് ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. ഈ EDയെ ആക്രമിച്ച കേസിലെ പ്രതികൾ പോലീസ് സ്റ്റേഷനിൽ ഓണം ആഘോഷിക്കുന്നു, ഊഞ്ഞാലാടുന്നു. ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടൊക്കെ വന്ന പശ്ചാത്തലത്തിൽ ഇനി നടപടി എങ്ങനെയായിരിക്കും? ഇന്നലെയാണ് മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഈ ഇത്തരത്തിലുള്ള ഓണാഘോഷം, പോലീസിന്റെ ഓണാഘോഷം നടന്നത്. ഈ പോലീസിന്റെ ഓണാഘോഷ പരിപാടിയിലാണ് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളൊക്കെയും ഓണാഘോഷത്തിൽ പങ്കെടുക്കുകയും റീൽസ് ചിത്രീകരിക്കുകയും അത് പിന്നീട് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പങ്കുവെക്കുകയും ചെയ്തത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്പെഷ്യൽ ബ്രാഞ്ചിന്റെ അന്വേഷണം കഴിഞ്ഞ ദിവസം ആരംഭിക്കുകയും ചെയ്തിരുന്നു. ഇത് റിപ്പോർട്ട് ഇതിനോടകം തന്നെ കമ്മീഷണർക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു വീഴ്ച ഉണ്ടായതായി ഈ റിപ്പോർട്ടിൽ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ റിപ്പോർട്ട് ഇനി IG-ക്ക് സമർപ്പിക്കും. IG ആയിരിക്കും ഇത് സംബന്ധിച്ച എന്ത് നടപടി, കമ്മീഷണർ എന്ത് നടപടി സ്വീകരിക്കാമെന്നത് സംബന്ധിച്ച റിപ്പോർട്ട് IG-ക്ക് സമർപ്പിക്കും. IG ഇക്കാര്യത്തിൽ കൃത്യമായ നടപടിയിലേക്ക് പോകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ ആണ് ED കേസിലെ പ്രതികളായിട്ടുള്ള ആളുകൾക്ക് അവിടെ ഒപ്പിടേണ്ട ദിവസമായിരുന്നു ഇന്നലെ. ആ ഒപ്പിടാനായി എത്തിയപ്പോഴാണ് ഇവർ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുത്തത്. IP ബിനു ഉൾപ്പെടെ പ്രധാനപ്പെട്ട പ്രതി IP ബിനു ഉൾപ്പെടെയുള്ളവർ ഇവിടെ ഈ ഓണാഘോഷ പരിപാടികളിൽ പങ്കെടുക്കുകയും ഊഞ്ഞാലാടുകയും ചെണ്ട കൊട്ടുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് നേരത്തെ തന്നെ കിട്ടിയിരുന്നു. ആ ദൃശ്യങ്ങൾ നമുക്ക് കാണുകയും ചെയ്യാം. പോലീസുകാർ ഉൾപ്പെടെയുള്ളവർ ഇവർക്കൊപ്പം നിൽക്കുന്നുണ്ട്. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഇവരെ തടസ്സപ്പെടുത്താനുള്ളൊരു ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകുന്നത്. രാവിലെ 10:20 കൂടിയാണ് പ്രതികൾ പോലീസ് സ്റ്റേഷനിലെത്തുന്നത്. അതിനുശേഷം അത് CCTV ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. 10:37 ഈ IP ബിനു ഊഞ്ഞാലാടുന്ന ചിത്രീകരിക്കുന്നത്. മറ്റു പ്രതികൾ അതേസമയം തന്നെ ഒപ്പിടുന്നതിനായി പോവുകയും ചെയ്തിരുന്നു. SHO പ്രശാന്ത് അവിടെ ഇല്ലായിരുന്നു എന്നാണ് ഇന്നലത്തെ അന്വേഷണത്തിൽ കൃത്യമായി തന്നെ വ്യക്തമാകുന്നത്. അദ്ദേഹം അവിടെ ഇല്ലായിരുന്നു. എന്നാൽ മറ്റു പോലീസുകാർ ഇതിനെ തടയാൻ തയ്യാറായില്ല എന്ന കാര്യമാണ് വ്യക്തമാക്കുന്നത്. ഇത്തരത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടി IG-യുടെ ഭാഗത്തു നിന്നും ഉടൻ തന്നെ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ ഇവരുടെ ജാമ്യമടക്കം റദ്ദാക്കുന്നതിനുള്ള ഒരു നടപടിയിലേക്ക് പോലീസ് നീങ്ങുകയാണ്. നാളെ ഇവരുടെ ജാമ്യമടക്കം റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെഷൻസ് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകാൻ തയ്യാറെടുക്കുകയാണ്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പോലീസുമായി തങ്ങൾക്ക് അടുത്ത ബന്ധമുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് സാക്ഷികളെ സ്വാധീനിക്കുന്നതിനുള്ള ശ്രമം ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി എന്ന് കാണിച്ചുകൊണ്ടാണ് നാളെ കോടതിയിൽ റിപ്പോർട്ട് പോലീസ് നൽകുന്നത്. യെസ്,
അഖിലായി സൂചിപ്പിച്ച സ്വാഭാവികമാണ്. ഇത് ഈ രണ്ട് തരത്തിലാണ്. പോലീസുമായിട്ട് അടുപ്പമുണ്ടോ എന്ന തരത്തിൽ തോന്നിക്കുന്ന രീതിയിൽ അതിന് സ്വാഭാവികമായും പോലീസുകാരുമായി അടുപ്പമുണ്ടാകും. കാരണം ജനപ്രതിനിധിയാണ്, അതുകൊണ്ട് തന്നെ അടുപ്പം ഉണ്ടാകും. അതൊരു പുലിവാലാവും എന്നുള്ള കാര്യം വിചാരിച്ചിട്ടുണ്ടാവില്ല. ഒന്ന് റീൽസ് ഒക്കെ ചിത്രീകരിച്ച് പ്രസിദ്ധീകരിക്കുമ്പോൾ അത് എങ്ങനെ വരും എന്നുള്ള കാര്യത്തിൽ അങ്ങനെ ഒരു ചിന്ത ഉണ്ടായിരുന്നിരിക്കില്ല. ഏതായാലും അത് വലിയ സംഭവമായി മാറുന്നുണ്ട്. നമ്മൾ ഗുരുവായൂരിലേക്കാണ് രാജേഷ് പോകുന്നത്. ഗുരുവായൂരിലെ നമ്മൾ സ്വാഭാവികമായും കല്യാണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു ഗുരുവായൂർ ടച്ച് കുറച്ച് കൂടുതൽ മലയാളികൾക്കുണ്ട്. പക്ഷെ ഇന്നിപ്പോൾ ഗുരുവായൂരിൽ റെക്കോർഡ് കല്യാണം നടക്കുന്ന ദിവസമാണ്. അങ്ങനെയുള്ള വാർത്ത നമുക്ക് അറിയേണ്ടതുണ്ട്. ഇന്ന് മാത്രം 437 വിവാഹങ്ങളാണ് ക്ഷേത്രത്തിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്. ദേവസ്വത്തിന് കീഴിൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയതോടെ പുലർച്ചെ മുതൽ വിവാഹങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ഷേത്രം കിഴക്കേ നടയിൽ 1-ാം നമ്പർ മണ്ഡപത്തിൽ ദേവസ്വം ചെയർമാൻ എ.വി. ഗോപിനാഥ് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ചടങ്ങുകൾ തുടങ്ങിയത്. ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ഹരീഷ് ചേരുന്നുണ്ട് ഗുരുവായൂരിൽ നിന്ന്. ഹരീഷ്, ഇന്ന് ഞായറാഴ്ച പൊതുവെ കല്യാണത്തിന് തിരഞ്ഞെടുക്കുന്ന ഒരു അവധി ദിവസം വേണമെന്നാണ്, എല്ലാവർക്കും പങ്കെടുക്കണം. മാത്രമല്ല ഏറ്റവും കൂടുതൽ മുഹൂർത്തമുള്ള ഒരു ദിവസം കൂടി ആയിരിക്കും അല്ലേ? എങ്ങനെയാണ് ചടങ്ങുകൾ പുരോഗമിക്കുന്നത്? അവിടെ തിക്കും തിരക്കുമൊക്കെ എങ്ങനെയുണ്ട്? രാജേഷ്, അഖില, ഗുഡ് മോർണിംഗ്. ഗുരുവായൂരാണ് ഇന്ന് ഏറ്റവും പ്രധാനം. ഇന്ന് ഞായറാഴ്ചയാണ്, ഈ ചിങ്ങമാസത്തിലെ 2ാമത്തെ ഞായറാഴ്ചയാണ്. വിവാഹത്തിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ വിവാഹം കഴിക്കുന്ന ഒരു സമയം കൂടിയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് ഏറ്റവും കൂടുതൽ റെക്കോർഡ് വിവാഹമാണ് ഗുരുവായൂരിലുള്ളത് എന്നുള്ളതാണ്. 437 കല്യാണങ്ങളാണ് ഇന്ന് ഇവിടെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വളരെ പുലർച്ചെ മുതൽ തന്നെ ഈ 6 നടപ്പന്തലുകളിലും വിവാഹം തുടങ്ങി എന്നുള്ളത് 4 മണി മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. ഈ വലിയ നടപ്പന്തലിന് സമീപമുള്ള ഈ 6 പന്തലുകൾ, ഈ പന്തലുകളിലായി ഒരേ സമയത്താണ് ഇപ്പോൾ വിവാഹങ്ങൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. പുലർച്ചെ മുതൽ തന്നെ ആരംഭിച്ചു എന്നുള്ളതാണ്. ഇവിടെ എത്തിയ ഈ ഒരു വധൂവരന്മാർക്ക് ഇവിടെ എത്തി ഈ ഷീട്ടാക്കിയിട്ട്, ഈ ഒരു വിവാഹം ഷീട്ടാക്കിയ ശേഷം ഈ രസീത് കാണിച്ച് ഈ സെക്യൂരിറ്റിക്കാർ ഓരോരുത്തരെയായി ഇങ്ങോട്ടേക്ക് കടത്തിവിട്ട് ഈ ഒരു മണ്ഡപത്തിലേക്ക് കയറ്റി അങ്ങനെയാണ് ഈ ഒരു വിവാഹ ചടങ്ങുകൾ പുരോഗമിക്കുക എന്നുള്ളതാണ്. ഇത്രത്തോളം വിവാഹം ഒരുമിച്ച് നടക്കുക എന്നുള്ളത് അത് റെക്കോർഡായി മാറിയിരിക്കുകയാണ്. 437 വിവാഹങ്ങളാണ് ഇന്ന് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അത് വളരെ നേരത്തെ തന്നെ പുലർച്ചെ 4 മണിക്ക് തന്നെ ഇത്തരത്തിൽ ഈ വിവാഹങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ക്ഷേത്രം കിഴക്കേ നടയിൽ 1-ാം നമ്പർ മണ്ഡപത്തിൽ ദേവസ്വം ചെയർമാൻ എ.വി. ഗോപിനാഥ് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് വിവാഹങ്ങൾ ആരംഭിച്ചത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഒപ്പം തന്നെ ഈ പുലർച്ചെ നടന്ന ആദ്യ വിവാഹത്തിൽ കണ്ണൂർ തലശ്ശേരി സ്വദേശി ആർണവ് മോഹൻകുമാർ, അതുപോലെ പഴയങ്ങാടി സ്വദേശിനി വിദ്യ ആനന്ദ് രാജിനെ താലി ചാർത്തിയിട്ടാണ് ഇതിന് തുടക്കം കുറിച്ചത്. ഈ തുടർന്ന് മറ്റ് 5 മണ്ഡപങ്ങളും ഒരേ സമയത്ത് ഈ വിവാഹങ്ങൾ അരങ്ങേറുന്ന വിവാഹ ചടങ്ങുകൾ പുരോഗമിക്കുന്ന ഒരു കാഴ്ചയാണ്. ഏറ്റവും കൗതുകകരമായ ഒരു കാഴ്ച. അത്രത്തോളം തിരക്ക് ഇന്ന് അനുഭവപ്പെടുന്നതുകൊണ്ട് തന്നെ വലിയ ക്രമീകരണങ്ങളാണ് പ്രത്യേകിച്ചും പോലീസിൻ്റെയും സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് ഉള്ളത്. അതായത് ഈ ഒരു ഇന്നർ റോഡിലൊക്കെ വലിയ രീതിയിലുള്ള പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. ഗുരുവായൂരിൻ്റെ പരിസര പ്രദേശങ്ങളിലും അത്തരത്തിൽ വലിയ രീതിയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കാരണം വലിയ രീതിയിലുള്ള തിരക്ക് ഇന്ന് അനുഭവപ്പെടും എന്നുള്ളതാണ്. അത്രത്തോളം ആളുകളാണ് ഇന്ന് ഗുരുവായൂരിലേക്ക് എത്തുന്നത്. ഇത്രയും വിവാഹങ്ങൾ ഒരുമിച്ച് നടക്കുമ്പോൾ തീർച്ചയായും വലിയ ജനത്തിരക്ക്, ഭക്തജനത്തിരക്ക് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായ രീതിയിലുള്ള സുരക്ഷാ ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും വലിയ ഒരു കൗതുകം നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അത്രത്തോളം ആളുകൾ ഇന്ന് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിനു മുൻപും ഇത്തരത്തിൽ വലിയ രീതിയിൽ ഒരുമിച്ചുള്ള വിവാഹങ്ങളൊക്കെ നമ്മൾ ഗുരുവായൂരിൽ കണ്ടതാണ്. പക്ഷേ ഇത് കുറച്ചുകൂടി ഇത് റെക്കോർഡിലേക്കൊക്കെ എത്തിയിരിക്കുന്നതെന്ന് വേണം പറയാൻ. കാരണം അത്രയും ഈ 437 വിവാഹങ്ങളൊക്കെ ഒരുമിച്ച് ഒരേ സമയത്ത് അടുത്തടുത്ത് നടക്കുന്നത് വലിയ കൗതുകമുണർത്തുന്ന ഒരു കാഴ്ച കൂടിയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് വലിയ ഭക്തജനത്തിരക്ക്, ഒപ്പം ഈ ഒരു വിവാഹത്തിനെത്തിയ ആളുകളുടെ ഒരു തിരക്ക് എല്ലാം തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ശരി, ഹരീഷ് നാരായണനാണ് വിശദാംശങ്ങൾ നൽകിയത്. രാജേഷ്, ഞാനിപ്പോൾ ആ പഴയ സിനിമയാണ് ഓർക്കുന്നത്. ഇങ്ങനെ വളരെ ഒരുപാട് കല്യാണങ്ങൾ നടക്കുമ്പോൾ വധുവിനെ മാറിപ്പോകുന്ന ഒരു സിനിമ രാജേഷ് ഓർക്കുന്നില്ലേ? ജഗദീഷിന്റെ സിനിമ. അതെ അതെ, ഒരു പഴയ സിനിമയാണ്. പിന്നെ മാത്രമല്ല ഇതിനിടയ്ക്ക് ഒരു ഗുരുവായൂർ ഒരു സിനിമയില്ല, ഗുരുവായൂർ അമ്പലം നടയും. അതെ, എന്തായാലും വധുവരന്മാർക്ക് ആശംസകൾ, മംഗളാശംസകൾ നേരുകയാണ്. ഇനിയിപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കടക്കുകയാണ്. അടുത്ത വർഷം നടക്കുന്ന ഉത്തർപ്രദേശ് ഉൾപ്പെടെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള തയ്യാറെടുപ്പ് വിലയിരുത്തി BJP ദേശീയ ഭാരവാഹി യോഗം. യുവാക്കളെ കൂടെ നിർത്തുവാനുള്ള കാര്യപരിപാടികൾക്ക് പ്രാധാന്യം നൽകാൻ പുതിയ ഭാരവാഹികളുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. വന്ദേമാതരം ആദ്യത്തെ 2 ഭാഗങ്ങൾ മാത്രമായി ചുരുക്കുവാനുള്ള കോൺഗ്രസ് പ്രവർത്തക സമിതി തീരുമാനത്തെ അപലപിച്ച്
യോഗം പ്രമേയം പാസാക്കിയിരുന്നു. വന്ദേമാതരത്തിൻ്റെ ചരിത്രവും പ്രാധാന്യവും ഉയർത്തിപ്പിടിച്ച് രാജ്യവ്യാപക പ്രചാരണ പരിപാടി നടത്തുവാനും തീരുമാനമായി. ഭരണാധികാരി എന്ന നിലയിൽ നരേന്ദ്രമോദി 25 വർഷം പൂർത്തിയാക്കുന്ന ഘട്ടത്തിൽ മോദി അറ്റ് 25 എന്ന പേരിൽ പ്രത്യേക കൺവെൻഷനും നടക്കും. നമ്മുടെ റീജിയണൽ വാർത്തകളുടെ വിവരങ്ങളൊക്കെ അറിയാനുണ്ട്, അതിന് നമ്മുടെ പ്രതിനിധികളൊക്കെ തയ്യാറാണ് എന്നുള്ളത്. ഏതായാലും നമുക്ക് ആദ്യം ഇനി സംസ്ഥാനത്ത് നിന്ന് എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്ന് അറിയാം, അതിലേക്ക് പോകാം. നമ്മുടെ പ്രതിനിധികൾ തെക്കൻ കേരളത്തിൽ നിന്ന് രജിത് കുമാർ, ഒപ്പം മധ്യ കേരളത്തിൽ നിന്ന് കിരൺ, വടക്കൻ കേരളത്തിൽ നിന്ന് അനഘ എന്നിവരുണ്ട്. 3 പേർക്കും ഗുഡ് മോർണിംഗ്. ഒരിക്കൽ കൂടി ഗുഡ് മോർണിംഗ്. തീർച്ചയായിട്ടും കിരണിനെ നമ്മൾ പക്ഷേ നേരത്തെ മീറ്റ് ചെയ്തില്ല, ഇപ്പോഴാണ് കാണുന്നത്. ഗുഡ് മോർണിംഗ്. ഏതായാലും രജിത്തിലേക്കാണ് ആദ്യം. രജിത്ത്, ഇന്ന് തെക്കൻ കേരളത്തിൽ പ്രതീക്ഷിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? സ്വാഭാവികമായിട്ടും നമ്മുടെ സെക്രട്ടേറിയറ്റിലൊക്കെ സമരമൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ കുറച്ച് ദിവസമായിട്ടില്ല. അത് ഈ സർക്കാരിൻ്റെ ഗുണമാണോ അല്ലെങ്കിൽ അവർക്ക് പറ്റാത്തതാണോ അല്ലെങ്കിൽ മറ്റു വിഷയം കിട്ടാത്തതാണോ? എന്തായാലും എന്താണ് നമ്മുടെ തെക്കൻ കേരളത്തിലുള്ള വാർത്തകളും വിശേഷങ്ങളും? രാജേഷ്, ഓണത്തിൻ്റെ ആഘോഷങ്ങൾ സംസ്ഥാനത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഓണ ആഘോഷങ്ങളാണ് ഏറ്റവും പ്രധാനം. ഒപ്പം തന്നെ ഇന്ന് ഞായറാഴ്ചയാണ്. മന്ത്രിമാരൊക്കെയും തന്നെ ഇന്ന് തലസ്ഥാനത്ത് ഇല്ല, അവരവരുടെ ജില്ലകളിൽ തന്നെ ആയിരിക്കും ഒട്ടുമിക്ക മന്ത്രിമാരും ഉള്ളത്. എങ്കിൽ തന്നെയും പ്രതിപക്ഷ ഉപനേതാവ് സ്ഥാനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള CPM-ൻ്റെയും CPI-യുടെയും നിലപാടുകൾ, അവർ കൃത്യമായി തന്നെ ആ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നതിൻ്റെ തുടർ പ്രതികരണങ്ങൾ നമ്മൾ ഇന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഓണം വാരാഘോഷത്തിൻ്റെ ഉദ്ഘാടനം തലസ്ഥാന തലത്തിൽ നടക്കുന്നുണ്ട്. അത് തലസ്ഥാനത്ത് മന്ത്രി PC വിഷ്ണുനാഥാണ് വൈകിട്ട് അതിൻ്റെ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കുന്നത്. 6 മണിക്ക് അതിൻ്റെ കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും. അതിന് മുന്നോടിയായി തന്നെ ഫുഡ് ഫെസ്റ്റിൻ്റെ ഉദ്ഘാടനം മന്ത്രി CP ജോണും നിർവഹിക്കുന്നുണ്ട്. കൊല്ലത്തേക്ക് എത്തുകയാണെങ്കിൽ കൊല്ലം ജില്ലയിൽ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീടും സ്ഥലവും ഒക്കെ വിട്ടു നൽകിയ ആളുകളുണ്ടായിരുന്നു. അവർക്ക് പകരം ഭൂമി നൽകുകയും വീട് വെച്ച് നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. എന്നാൽ അവർക്ക് വീടിന് കൃത്യമായ നമ്പർ നൽകാത്ത ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നു. വർഷങ്ങളായിരിക്കുന്നു നമ്പർ നൽകാത്തതിനാൽ തന്നെ മറ്റു കാര്യങ്ങൾ, ഏതെങ്കിലും തരത്തിൽ ലോണുകൾ അടക്കം എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം അവർക്കുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു പ്രതിഷേധം അവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പത്തനംതിട്ട ജില്ലയിൽ ആറന്മുള ക്ഷേത്രത്തിൽ നടന്നു വരുന്ന ദേവസങ്കീർത്തന സോപാന വഞ്ചിപ്പാട്ട് മത്സരം, അതുമായി അനുബന്ധിച്ചുള്ള പരിപാടിയുടെ സമാപന സമ്മേളനമാണ്. അതിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിട്ടുള്ള K. ജയകുമാർ ഇന്നത്തെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അദ്ദേഹമാണ് അത് ഉദ്ഘാടനം ചെയ്യുന്നത്. വഞ്ചിപ്പാട്ടിൻ്റെ ഫൈനൽ മത്സരങ്ങളടക്കം ഇന്ന് പത്തനംതിട്ടയിൽ നടക്കുന്നുണ്ട്. പ്രധാനമായും ഈ മേഖലയിലടക്കം നമുക്കറിയാം സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടികളാണ് ഇന്ന് പ്രധാനമായും ഉള്ളത്. യെസ്, രജിത്ത് ആണ് വിശദാംശങ്ങൾ നൽകിയത്. നമ്മളിപ്പോൾ വാർത്താ ലോകത്ത് മാത്രമായതുകൊണ്ട് വാർത്തകളുടെ കാര്യം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ആഘോഷത്തിലേക്ക് മറന്നുപോയില്ല. ഓണം എത്തിയെന്നുള്ളതായിരുന്നു. അതാണ് ഓണം വാരാഘോഷത്തിനുള്ള തുടക്കമാകുന്നു. തിരുവനന്തപുരത്തിനെ ഹൈലൈറ്റ് ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഓണം വാരാഘോഷം. എന്തായാലും ഇനി കിരണിലേക്ക് പോവുകയാണ്. കൊച്ചിയിൽ നിന്ന് മധ്യ കേരളത്തിലെ വിശേഷങ്ങൾ എന്താണ് കിരൺ? കോടതി വാർത്തകളൊക്കെ ഉള്ള ഒരു ഏരിയ ആണല്ലോ കിരണിൻ്റെ ഏരിയയിലുള്ളത്, റീജിയനിലുള്ളത്. ഞായറാഴ്ച ആയതുകൊണ്ട് പിന്നെ അങ്ങനെയൊന്നും പ്രതീക്ഷിക്കേണ്ട. തീർച്ചയായിട്ടും ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ അത്തരം വാർത്തകൾ കുറവാണ്. എന്നിരുന്നാൽ പോലും ഇന്നത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ മുഖ്യമന്ത്രി ഇന്ന് അദ്ദേഹത്തിൻ്റെ ജില്ലയായിട്ടുള്ള എറണാകുളം ജില്ലയിൽ തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള പരിപാടികൾ ഏതൊക്കെയാണ് എന്ന് സംബന്ധിച്ചുള്ളൊരു അറിയിപ്പ് ലഭിച്ചിട്ടില്ല. എന്നിരുന്നാൽ പോലും ഇന്ന് മുഖ്യമന്ത്രിയുണ്ട്. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവും ഇന്ന് ജില്ലയിലേക്ക് എത്തും എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തിനും ചില പരിപാടികൾ ഇന്ന് എറണാകുളത്തുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. കൂടാതെ തന്നെ ഈ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ടുള്ള ചില പരിപാടികളാണ് പ്രാദേശികമായിട്ട് കൂടുതലായി ഇന്ന് നടക്കുന്നത്. അതിലൊന്ന് കോതമംഗലത്ത് ഇത് സംബന്ധിച്ചുള്ള ചില പരിപാടികൾ. ഇന്നലെയാണ് കോതമംഗലം നിയോജക മണ്ഡലത്തിലെ പ്രദേശത്തെ ഓണാഘോഷങ്ങളുടെ തുടക്കം കുറിച്ചിരുന്നത്. ഇന്നലെ MLA അടക്കമുള്ള ആളുകൾ ചേർന്നുകൊണ്ട് പരിപാടി ഉദ്ഘാടനം ചെയ്തിരുന്നു. ഇത് ഭാഗമായിട്ടുള്ള തുടർ പരിപാടികൾ ഇന്ന് ഉണ്ട് എന്നുള്ളൊരു കാര്യം തന്നെയാണ്. ഇന്ന് അതിൻ്റെ ഭാഗമായിട്ട് ഭൂതത്താൻകെട്ടിൽ വലിയൊരു മഡ് റേസ് അടക്കം, ഈ വാഹനങ്ങളുടെ മഡ് റേസ് അടക്കമുള്ള പരിപാടികളാണ് ഏതായാലും ഈ ഓണ വാരാഘോഷവുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. കൂടാതെ തന്നെ നഗരത്തിലെ പ്രധാന മേഖലകളിൽ, പ്രത്യേകിച്ച് കൊച്ചി നഗരത്തിൽ വലിയ രീതിയിലുള്ള പല പരിപാടികളും ഈ ഓണം വാരാഘോഷവുമായി ബന്ധപ്പെട്ട്, ഈ ഓണ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ട് എന്തായാലും നടക്കുന്നുണ്ട്. കൂടാതെ തന്നെ ഇനി മറ്റ് ജില്ലകളിലേക്ക് കൂടി നോക്കിക്കഴിഞ്ഞാൽ കോട്ടയത്ത് ഇന്ന് കുമാരനെല്ലൂരിൽ നിന്ന് മങ്ങാട്ട് ഭട്ടതിരിയുടെ നേതൃത്വത്തിൽ ഈ ആറന്മുളയിലേക്കുള്ള, അവിടെ ആറന്മുളപ്പന് തിരുവോണ സദ്യയ്ക്ക് വേണ്ടിയുള്ള വിഭവങ്ങളുമായിട്ടുള്ള വള്ളം ഇന്ന് പുറപ്പെടും. ഇന്ന് രാവിലെ 11:30 കുമാരനെല്ലൂരിൽ നിന്ന് ഈ വള്ളസദ്യയ്ക്ക് വേണ്ടിയുള്ള വള്ളം പുറപ്പെടുന്നത്. കൂടാതെ തന്നെ ഇടുക്കിയെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇടുക്കിയിൽ ഇന്ന് പീരുമേട് മുൻ MLA വാഴൂർ സോമൻ്റെ 1ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ടുള്ള പരിപാടികൾ നടക്കുന്നുണ്ട്. ഇതിൽ CPI ദേശീയ കമ്മിറ്റി അംഗം അടക്കം ഇന്ന് എന്തായാലും പങ്കെടുക്കുന്നുണ്ട്. ഇത്തരത്തിലുള്ള ഒരു പരിപാടി തന്നെയാണ് ഏതായാലും മധ്യ കേരളത്തെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. രാജേഷ്. ശരി,
കിരണാണ് മധ്യ കേരളത്തിലെ വിശേഷങ്ങൾ പങ്കുവച്ചത്. ഇനി വടക്കൻ കേരളത്തിലേക്ക് പോവുകയാണ് അനഘ. വടക്കൻ കേരളത്തിൽ നിന്ന് ഇന്ന് പ്രതീക്ഷിക്കുന്ന വാർത്തകൾ ഏതൊക്കെയാണ്? നേരത്തെ നമ്മൾ ED പറ്റിയൊക്കെ പറഞ്ഞു. തീർച്ചയായും ഈ ED റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കോഴിക്കോട് ഇന്ന് MP ഗോവിന്ദൻ നടത്തുന്ന ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗമാണ് ഇന്ന് വൈകിട്ടുള്ളത്. ഇന്ന് ഈ റെയിൽവേ ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ട് MK രാഘവൻ MP, ET മുഹമ്മദ് ബഷീർ, ഷാഫി പറമ്പിൽ MP എന്നിവർ നടത്തുന്ന ഒരു സംയുക്തമായിട്ടുള്ള ഒരു വാർത്താ സമ്മേളനം ഇന്ന് കോഴിക്കോട് വെച്ച് നടത്തുന്നുണ്ട്. ഈ റെയിൽവേ വിഭജനവുമായി ബന്ധപ്പെട്ട് റെയിൽവേ ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണങ്ങളാണ് ഇന്ന് കോഴിക്കോട് നിന്ന് പ്രധാനമായും പ്രതീക്ഷിക്കുന്നത്. മറ്റൊന്ന് മലപ്പുറത്തേക്ക് വരികയാണെങ്കിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ഇന്ന് മലപ്പുറത്തുണ്ട്. ഈ വഖഫ് വിഷയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെമിനാർ ഇന്ന് വൈകിട്ട് മലപ്പുറത്ത് നടക്കുന്നുണ്ട്. ഈ സെമിനാർ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. റെയിൽവേ ഡിവിഷൻ വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ കാസർഗോഡ് ജില്ലാ വികസനത്തിന് റെയിൽവേ വികസനത്തിന് വലിയ തിരിച്ചടിയാണ് എന്നതാണ് കാസർഗോഡ് നിന്നും ലഭിക്കുന്ന പ്രതികരണങ്ങൾ. ഈ വിഭജനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ പ്രതികരണങ്ങളാണ് നമ്മൾ കാസർഗോഡ് നിന്ന് പ്രതീക്ഷിക്കുന്നത്. ഇനി കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ MP ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് കണ്ണൂർ ജില്ലയിലുണ്ട്. മാത്രമല്ല ഇന്നലെ പാലത്തായ് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ പ്രതിയുടെ ആജീവനാന്ത ജീവപര്യന്തം ഇന്നലെ കോടതി റദ്ദാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതികരണങ്ങളടക്കം കൂടുതൽ വാർത്തകളടക്കം ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി വയനാട്ടിലേക്ക് വരികയാണെങ്കിൽ വയനാട് ജില്ലയിൽ കഴിഞ്ഞ ജൂലൈയിൽ കാണാതായ ആദിവാസി വയോധികയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിലുകൾ ഇന്നും തുടരും എന്നാണ് നമ്മൾ അറിയുന്നത്. അതായത് 3 ആഴ്ചയിലേറെയായി ഈ ആദിവാസി വയോധികയെ കാണാതായിട്ട്. ഇവരുടെ ചെറുമകനെ അടക്കം കഴിഞ്ഞ ദിവസം വനത്തിൽ തൂങ്ങി മരിച്ച നിലയിലടക്കം പോലീസ് ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പോൾ കണ്ടിരുന്നു. ഏതായാലും ഇവർക്ക് വേണ്ടിയുള്ള തിരച്ചിലുകളും ഇന്ന് നടക്കും. ശരി, റെയിൽവേ ഡിവിഷൻ വിഭജനമാണ് അല്ലേ പ്രധാനമായും കോഴിക്കോടുള്ളത് കൂടുതലും വാർത്തകൾ ഇടം പിടിക്കുന്നത് തന്നെ. തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലും എനിക്ക് പക്ഷേ ഓണാഘോഷങ്ങൾക്കാണ് കൂടുതൽ ഇത് വരുന്നത്. എനിക്ക് വടക്കൻ കേരളത്തിലും സ്വാഭാവികമായും ഓണാഘോഷങ്ങളൊക്കെ ആരംഭിച്ചിട്ടുണ്ടാകും. ആ ആഘോഷങ്ങളുടെ ആ ഒരു ഉച്ചസ്ഥായിയിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അല്ലേ? ഏതായാലും നമുക്ക് ദേശീയ വാർത്തകളൊക്കെ ധാരാളമുണ്ട്, അതറിയണ്ടേ? ദേശീയ വാർത്തകൾ നോക്കാം ചുരുക്കത്തിൽ. വിദേശകാര്യമന്ത്രി ഡോക്ടർ S. ജയശങ്കർ ഇന്നും നാളെയും റഷ്യയിൽ ഔദ്യോഗിക സന്ദർശനം നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. റഷ്യൻ ഫസ്റ്റ് ഡെപ്യൂട്ടി പ്രധാനമന്ത്രി ഡെനീസ് മാൻഡുറോവിന്റെ ക്ഷണപ്രകാരമാണ് സന്ദർശനം. സാമ്പത്തികം, ശാസ്ത്രം, സാങ്കേതിക വിദ്യ തുടങ്ങിയ മേഖലകളിൽ സഹകരണം ഉറപ്പാക്കാൻ ഇന്ത്യ റഷ്യ സംയുക്ത കമ്മീഷണർ സമ്മേളനത്തിൽ ജയശങ്കർ അധ്യക്ഷത വഹിക്കും. റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്ന് നോർത്ത് ഡൽഹിയിൽ ഷാ ഓഡിറ്റോറിയത്തിൽ UGC തീരുമാനങ്ങൾ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധത്തിന് അനുമതി നൽകിയെന്ന വാർത്തകൾ വ്യാജമാണെന്ന് ഡൽഹി പോലീസ്. ഷാ ഓഡിറ്റോറിയത്തിൽ ഓഗസ്റ്റ് 23-ന് ഒരു പരിപാടിക്കും അനുമതി നൽകിയിട്ടില്ല. കൂടാതെ നോർത്ത് ഡിസ്ട്രിക്റ്റിൽ BNS സെക്ഷൻ 163 പ്രകാരമുള്ള നിരോധനാജ്ഞ നിലവിലുണ്ടെന്നും പ്രകടനങ്ങൾ ആളുകൾ ഒത്തുചേരുന്നതും കർശനമായി നിരോധിച്ചതായി പോലീസ് വ്യക്തമാക്കി. വനിതകളാണ് രാജ്യത്തിന്റെ ഏറ്റവും വലിയ സമ്പത്തും കരുത്തുമെന്ന് ചത്രോം കി ഗുഞ്ച് സംവാദ പരിപാടിയിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. യുവത്വം തെറ്റുകളെ ചോദ്യം ചെയ്യുമെന്നും കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് പൂനെയിൽ നടന്ന പരിപാടിയിൽ രാഹുൽ പറഞ്ഞു. പരീക്ഷാ ക്രമക്കേടുകൾക്കെതിരായ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ നേരത്തെ പ്രയാഗ്രാജ്, കോട്ട, ഡെറാഡൂൺ എന്നിവിടങ്ങളിലും രാഹുൽ ഗാന്ധി സംവാദ പരിപാടി നടത്തിയിരുന്നു. ലോക വാർത്തകൾ നമുക്ക് അറിയണം, കാരണം പല കാര്യങ്ങൾ ഒരുപാട് ലോക വാർത്തകൾ നടക്കുന്ന സമയമാണ്. ഇതിന് ഏറ്റവും പ്രധാനമായി ഇന്ന് വരുന്നത് കാനഡ അമേരിക്കയ്ക്കെതിരെ തീരുമാനിക്കുകയാണ്. അതായത് അമേരിക്ക നൽകുന്ന തീരുവയ്ക്ക് ഒരു മറുപടി നൽകുക, അല്ലെങ്കിൽ ഒരു തിരിച്ചടി നൽകുകയാണ്. നമുക്ക് കുറച്ചു കാലം മുമ്പ് ഒരു പശ്ചിമേഷ്യയുടെ വാർത്തകളായിരുന്നു, ഇറാൻ അമേരിക്ക യുദ്ധം, റഷ്യ. എങ്ങനെ പോയാലും അമേരിക്ക അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഏത് തരത്തിലും. ഏതായാലും അതാണ് വരുന്നത്. സെപ്റ്റംബർ 8 മുതൽ അമേരിക്കയുടെ സ്റ്റീൽ, ഇലക്ട്രോണിക്സ്, മറ്റു ഉൽപ്പന്നങ്ങൾ എന്നിവയുടെ ഇറക്കുമതിക്ക് കാനഡ നികുതി ചുമത്തുമെന്ന് പ്രധാനമന്ത്രി മാർക്ക് കാർണി. തൊഴിലാളികളെയും കർഷകരെയും സംരക്ഷിക്കുന്നതിനായി വാഷിംഗ്ടണിന്റെ പുതിയ തീരുവയ്ക്ക് കാനഡ കൃത്യമായി തിരിച്ചടി നൽകുമെന്ന് കാർണി പറഞ്ഞു. കാനഡയുടെ കയറ്റുമതിയുടെ 70% US-നെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എങ്കിലും US തീരുവയ്ക്കെതിരെ പ്രതികരിക്കുകയും പുതിയ വ്യാപാര സൈനിക സഖ്യങ്ങൾ രൂപീകരിക്കുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുകയാണ് മാർക്ക് കാർണി. ദിവസങ്ങൾ നീണ്ട തീവ്രമായ ചർച്ചകൾക്കൊടുവിലും ഇരു രാജ്യങ്ങളും തമ്മിൽ വാണിജ്യ കരാറിൽ എത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടിരുന്നു. ഇനി കായിക വാർത്തകൾ നോക്കാം. ഇന്ത്യ ശ്രീലങ്ക ടെസ്റ്റ് പരമ്പരയിലെ 2ാം മത്സരം ഇന്ന് കൊളംബോയിൽ ആരംഭിക്കും. മത്സരം രാവിലെ 10 മണി മുതൽ കൊളംബോയിലെ SSC സ്റ്റേഡിയത്തിൽ നടക്കും. ആദ്യ ടെസ്റ്റിൽ 165 റൺസിൻ്റെ വിജയം നേടിയ ഇന്ത്യ 2 മത്സര പരമ്പരയിൽ
1-0 മുന്നിലാണ്. കഴിഞ്ഞ മത്സരത്തിൽ വളരെ മികച്ച പ്രകടനമാണ് യഥാർത്ഥത്തിൽ ഇന്ത്യ കാഴ്ചവെച്ചത്. പുതിയ താരങ്ങളുടെ ഉദയമൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ മത്സരത്തിൽ കണ്ടത്. ഏതായാലും മാനവ് സുധാറിനെ പോലുള്ള പുതിയ താരങ്ങളൊക്കെ വരികയാണ്. ഈ മത്സരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണ്. തീർച്ചയായിട്ടും, അതായത് വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിലേക്ക് പോകാനുള്ള ഇന്ത്യയുടെ യാത്രയ്ക്ക് തീർച്ചയായും നിർണായകമായ മത്സരം തന്നെയാണ്. ഞാൻ സൂചിപ്പിച്ച പോലെ ഇന്ന് 10 മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത്. ഇനി 5 ദിവസം നമ്മളിങ്ങനെ പ്രതീക്ഷയോടെ ഇരിക്കുകയാണ് ഇന്ത്യ എങ്ങനെയാണ്. കായിക പ്രേമികൾക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ക്രിക്കറ്റിനെ സ്നേഹിക്കുന്നവർക്ക് ഒരു നിർണായക ആവേശത്തോടെ അവർ കാണുന്ന ടെസ്റ്റ് മത്സരങ്ങളാണ്. നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ഇനിയുള്ള ദിവസങ്ങൾ, ഇനിയുള്ള മണിക്കൂറുകളെല്ലാം എന്താണ് ഓണാവേശത്തിലാണ് അല്ലേ? അതെ അതെ, തീർച്ചയായും ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണ്. ഓണാവേശത്തിൽ തന്നെയാണ് മലയാളികൾ. എന്തായാലും ഓണം ആഘോഷിക്കുന്നത് പലരും പല രീതിയിലാണ്. വ്യക്തിപരമായിട്ട് ആയാൽ പോലും പലരും പല രീതിയിലാണ്. പക്ഷേ അതിനൊപ്പം തന്നെ ഓരോ സ്ഥലത്ത്, അതായത് നമ്മുടെ തെക്കൻ കേരളത്തിലായിരുന്നാലും മധ്യ കേരളത്തിലായിരുന്നാലും മലബാർ മേഖലയിലായിരുന്നാലും പലതരത്തിലാണല്ലേ ആചാരങ്ങൾ. ഓരോ സ്ഥലത്തും ഓരോന്നിനും നമ്മൾ അങ്ങനെയാണ്. വിളമ്പുന്ന വിഭവങ്ങൾക്ക് പോലും വ്യത്യാസമുണ്ടല്ലോ, അതുപോലെ തന്നെയാണ്. അങ്ങനെ ഒരു റിപ്പോർട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. മധ്യ തിരുവിതാംകൂറുകാരുടെ അത്തപ്പൂക്കളങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഓണത്തപ്പനാണ്. ആഘോഷത്തിനപ്പുറത്തേക്ക് വിശ്വാസത്തിൻ്റെയും ഐതിഹ്യത്തിൻ്റെയും പ്രതീകം കൂടിയാണ് ഈ ഓണത്തപ്പൻ. എറണാകുളം ജില്ലയുടെ വിവിധ മേഖലകളിലാണ് ഓണത്തപ്പൻ കൂടുതലായി നിർമ്മിക്കുന്നത്. വീട്ടമ്മമാരാണ് ഓണത്തപ്പനെ നിർമ്മിച്ച് വിപണിയിലേക്ക് എത്തിക്കുന്നത്. എറണാകുളം ജില്ലയിലെ ഏരൂർ, തൃപ്പൂണിത്തുറ, ആലുവ, പെരുമ്പാവൂർ എന്നിവിടങ്ങളിലാണ് ഓണത്തപ്പനും അനുബന്ധ വസ്തുക്കളും അധികമായി നിർമ്മിക്കുന്നത്. തൃപ്പൂണിത്തുറയുടെ വിവിധ മേഖലകളിൽ കുടിൽ വ്യവസായമാണിത്. വാമനമൂർത്തിയായും മഹാബലിയായും ഓണത്തപ്പനെ കരുതുന്ന ആളുകളുണ്ട്. ഓണത്തപ്പൻ മാത്രമല്ല, അതിനനുബന്ധമായി ഉരലും കല്ലും ദേവീരൂപവും ഒക്കെ പൂക്കളത്തിന്റെ ഭാഗമായി എത്തും. ഓണത്തിന് മാസങ്ങൾക്ക് മുൻപേ ഓണത്തപ്പന്റെ നിർമ്മാണം ആരംഭിക്കും. പാലക്കാട് നിന്ന് കൊണ്ടുവരുന്ന കളിമണ്ണ് ഉപയോഗിച്ചാണ് ഓണത്തപ്പൻ നിർമ്മാണം. ഓണത്തപ്പൻ ഉണ്ടാക്കണത് കളിമണ്ണിന് ഇത്തിരി ബുദ്ധിമുട്ടാണ്. പാലക്കാട് നിന്നൊക്കെയാണ് കളിമണ്ണ് കൊണ്ടുവരുന്നത്. ഭയങ്കര പൈസയാണ്. ഒരു ലോഡ് ഇവിടെ വന്നതിന് ഒരു 30,000 രൂപ 40,000 രൂപ വേണം. പിന്നെ അതിൽ നിന്ന് എല്ലാവരും കുറേശ്ശെ മണ്ണ് വാങ്ങിക്കും. അതിൽ നിന്നാണ് ഞങ്ങൾ ഓണത്തപ്പൻ ഉണ്ടാക്കണേ. ഓണത്തപ്പൻ ഒരു 2 മാസം മുമ്പ് തുടങ്ങി ഉണ്ടാക്കി തുടങ്ങണം. എന്നാലേ ഓണത്തപ്പൻ ഉണങ്ങി ഇതുപോലെ നല്ല കളറാവുള്ളൂ. കളർ പെയിൻറ്റ് നേരത്തെ ഇഷ്ടിക കൊണ്ട് പൊടിച്ച് അതിൽ മുക്കുമായിരുന്നു. ഇപ്പം പെയിൻറ്റ്, ടെറാക്കോട്ട പെയിൻറ്റ് കിട്ടും. അതുകൊണ്ടാണ് ഞങ്ങളിതൊക്കെ പൂശി ഭംഗിയാക്കി കൊണ്ടുപോകണത്. തണലുള്ള സ്ഥലങ്ങളിൽ വെച്ചാണ് ഓണത്തപ്പൻ ഉണക്കിയെടുക്കുന്നത്. വില കുറവാണ് ലഭിക്കുന്നതെങ്കിലും പാരമ്പര്യമായി നിരവധി ആളുകൾ ഇപ്പോഴും ഇത് ചെയ്തു പോരുന്നുണ്ട്. വില കിട്ടൂല, എത്ര ചോദിച്ചാലും വില തരില്ല. ഓണത്തിന് എന്തോരം പൈസ ആൾക്കാർ ചിലവാക്കണേ. പക്ഷേ ഓണത്തപ്പന് മാത്രം നമ്മൾ 200 രൂപ വെച്ചാൽ 200 രൂപ വേണമെന്നാണ് ചോദിക്കണേ. ഇതിനെപ്പറ്റി ആർക്കും അറിയാൻ പാടില്ല, ഇതിൻ്റെ മഹത്വം എന്താണ്. ഇതില്ലാതെ ഒരു കാര്യം നടക്കുകയുമില്ല. ഓണത്തിന് വർഷങ്ങളായിട്ട് ഇത് ആൾക്കാർ ഉണ്ടാക്കണതാണ്. എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ അമ്മയൊക്കെ ഉണ്ടാക്കി ഇത് വിൽക്കും. പിന്നെ ചേച്ചിയായി, ഞാനും ചേച്ചിയുടെ കൂടെ പോകുമായിരുന്നു. ചെറുപ്പത്തിൽ വിൽക്കാൻ പോകുമായിരുന്നു. ഇപ്പം ഞാൻ പോകും, 2-3 ദിവസം കഴിയുമ്പോൾ ചേച്ചിയുടെ അടുത്ത് പോയിരിക്കും. ഇങ്ങനെ ഉണ്ടാക്കുന്ന രൂപങ്ങൾ നഗരത്തിന്റെ വിവിധ മേഖലകൾ എത്തിച്ചാണ് കച്ചവടം. ഒരു പൂക്കളത്തിന് വേണ്ട വസ്തുക്കളെല്ലാം സെറ്റായിട്ടാണ് ലഭിക്കുക. 200 രൂപ മുതൽ 500 രൂപ വരെ വിലയുള്ള ഓണത്തപ്പന്മാരെ ലഭിക്കും. വലിപ്പത്തിനനുസരിച്ചാണ് വിലയിൽ മാറ്റമുണ്ടാവുക. ഓണത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണെങ്കിലും ഇത് ചെയ്യുന്ന ആളുകളെ സംരക്ഷിക്കാൻ കാര്യമായ ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നില്ല എന്ന പരാതിയും ഇവർക്കുണ്ട്. ക്യാമറമാൻ ബിനു ഈശ്വരമംഗലത്തോടൊപ്പം KK പ്രശാന്ത്, അമൃത ന്യൂസ്, കൊച്ചി. രാജേഷ്, നമ്മൾ ഓണത്തിൻ്റെ വിശേഷങ്ങൾ ഇങ്ങനെ പറയുകയാണ്. ഇപ്പോൾ ഓണത്തിന് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഈ ആചാരങ്ങൾ അനുഷ്ഠാനങ്ങളൊക്കെ അപ്പുറം പൂക്കളമില്ലാതെ ഒരു ഓണം ആഘോഷമില്ല. പലതരത്തിലുള്ള പൂക്കൾ പല ഇടങ്ങളിൽ നിന്ന് വരും. നമ്മളിന്ന് കാണാൻ പോകുന്ന ഒരു റിപ്പോർട്ട് പക്ഷേ ഒരു പൂക്കൃഷിയെ പറ്റിയാണ്. പക്ഷേ ആ പൂക്കൃഷിക്ക് ഒരു പ്രത്യേകതയുണ്ട്. വളരെ വൈകാരികമായി സമീപിക്കേണ്ട ഒരു വാർത്തയാണ്. ഓണക്കാലത്ത് നാടെങ്ങും പൂക്കളങ്ങളും ഒരുങ്ങുമ്പോൾ മകളെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ ഓർമ്മകൾ തീർത്ത് ഒരു ജമന്തിത്തോട്ടമാണ്. 9 വർഷം മുമ്പ് വാഹനാപകടത്തിൽ നഷ്ടമായ മകൾ കോകിലയുടെ ഓർമ്മയ്ക്ക് അമ്മ ശൈലജ ഒരുക്കിയത് ജമന്തിപ്പൂക്കളുടെ മനോഹരമായ ഒരു തോട്ടമാണ്. മകളുടെ ഓർമ്മകളെ ചേർത്ത് പിടിച്ച് ആ അമ്മ വിരിയിച്ചെടുത്തത് ഒരു പൂന്തോട്ടം മാത്രമല്ല, വേദനയെ നാടിൻ്റെ നന്മയായി മാറ്റിയൊരു സ്നേഹസ്മാരകം കൂടിയാണ്. 2016 സെപ്റ്റംബർ 13 കൊല്ലം കോർപ്പറേഷനിലെ ഏറ്റവും പ്രായം കുറഞ്ഞ കൗൺസിലർമാരിൽ ഒരാളായ കോകില എസ് കുമാറും
അച്ഛൻ സുനിൽകുമാറും വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. തുടർന്ന് BJP പിന്തുണയിൽ കോകിലയുടെ അമ്മ ശൈലജ തേവള്ളി ഡിവിഷന്റെ കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ടു. മകളുടെ സ്വപ്നം സാക്ഷാത്കരിച്ച അമ്മയെ വാർഡിലെ ജനങ്ങൾ ചേർത്തുപിടിച്ചു. ഇപ്പോഴിതാ മകളുടെ ഓർമ്മകൾക്ക് മറ്റൊരു മുഖം. ഓണപ്പൂക്കളങ്ങൾക്കായി ഇത്തവണ കോകില ജനസേവ കൂട്ടായ്മ ഒരുക്കിയത് ഒരു പൂന്തോട്ടം. പ്രദേശത്തെ കാടുമൂടിയ സ്ഥലം വൃത്തിയാക്കി ജമന്തി തൈകൾ നട്ടു. അങ്ങനെ മകളുടെ ഓർമ്മകൾ ഓരോ പൂക്കളിലൂടെയും വീണ്ടും വിരിയുകയാണ്. ഒഴിഞ്ഞു കിടക്കുന്ന പുരയിടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വേസ്റ്റ് ഡംപ് ചെയ്യുന്നത് ഒഴിവാക്കുക. അതിലൂടെ നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തി കണ്ട് മറ്റൊരാളും കൂടെ ചെയ്യാൻ അവർക്ക് ഇന്നത്തെ തലമുറ അറിയാം, കൊച്ചുപിള്ള ജനറേഷനാണ്. അപ്പോൾ അവർക്ക് ഇതൊരു പ്രചോദനമാകട്ടെ എന്ന് കണ്ടുകൊണ്ട് എൻ്റെ ഒരു മനസ്സിൽ നമ്മുടെ കോകിലയുടെ പേരിലൊരു ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് അതിൻ്റെ ഭാഗമായിട്ട് കൊല്ലം കോർപ്പറേഷനിലെ മേയറെടുത്ത് സംസാരിക്കുകയും അപ്പോൾ അദ്ദേഹം നമ്മൾ പൂക്കൃഷി ചെയ്യുന്നതിന് എല്ലാ സപ്പോർട്ടും തന്നു. ഈ ഓണക്കാലം കഴിഞ്ഞാലും പൂക്കളുടെ ഭംഗി ഇവിടെ അവസാനിക്കില്ല. ജമന്തിപ്പൂക്കൾക്കൊപ്പം ഇനി പച്ചക്കറികളും ഇവിടെ വിളയിച്ചെടുക്കാനാണ് ശൈലജയുടെ തീരുമാനം. മകൾക്ക് സമർപ്പിച്ച ഈ ജമന്തിത്തോട്ടം ഒരമ്മയുടെ സ്നേഹത്തിന്റെ മാത്രമല്ല, ഓർമ്മകൾ എങ്ങനെ നന്മയായി മാറുമെന്നതിന്റെ അടയാളം കൂടിയാണ്. അമൃത ന്യൂസ്, കൊല്ലം. സുധീഷ് പറഞ്ഞ പോലെ ഓർമ്മകൾ നന്മയായി മാറട്ടെ. ഏതായാലും ഇനി ഡിജിറ്റൽ ലോകത്തെ വിശേഷങ്ങൾക്ക് അതുല്യ മുരളിയാണ് ആ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത്. അതെന്തായാലും ട്രെൻഡുകളൊക്കെ ധാരാളം ഡിജിറ്റൽ ലോകത്ത് ഓരോ ദിവസവും ഇങ്ങനെ വരികയാണല്ലോ, അതറിയണ്ടേ? ന്യൂസ് ടൈമിൻ്റെ ഇടയ്ക്ക് കുറച്ച് ഫൺ ടൈം ആയാലോ? വെൽക്കം ടു ഡിജിറ്റൽ വൈബ്സ്. ജലം അമൂല്യമാണ്, അത് പാഴാക്കരുത്. മനുഷ്യർക്കറിയില്ലെങ്കിലും ദേ ഇദ്ദേഹത്തിന് അറിയാം. ചിങ്ങമാസവും സാവൻ മാസവും ഒക്കെ അല്ലേ, അമ്പലത്തിൽ നല്ല തിരക്കാവും. നീണ്ട ക്യൂ ഒക്കെ ഉണ്ട് കേട്ടോ. ചേട്ടാ, സ്റ്റോപ്പ് എത്തിയോ? നാട് കാണാൻ ഇറങ്ങിയ രണ്ട് കൂട്ടുകാർ ഇപ്പോൾ ലോകം മൊത്തം ഫേമസ് ആയി. ജയവും തോൽവിയുമല്ല, പരിപാടി കളറാകണം. ഇതാ അങ്ങനൊരു ചേച്ചി. മലയാളിക്ക് സ്വന്തവും ലോകത്തിന് കൗതുകവുമായി ധാരാളം ആചാരങ്ങളുണ്ട്. കാണാം ആദിവേടൻ തെയ്യം. ഡിജിറ്റൽ ലോകത്തെ പുത്തൻ വൈബ്സുമായി വീണ്ടും കാണാം. ബൈ ബൈ. രാജേഷ്, നമുക്കൊരു തിരുത്ത് വരുത്താനുണ്ട്. അതായത് ഡിജിറ്റൽ ലോകത്തെ പുത്തൻ വൈബ്സ് ഞങ്ങളുടെ പ്രേക്ഷകരിലേക്ക് എത്തിച്ചത് അതുല്യയല്ല, ദർശനയാണ്. രണ്ടുപേരുമാണ് ഇതിന്റെ മെയിൻ അതുകൊണ്ട് തന്നെയാണ് പെട്ടെന്ന് മാറിപ്പോയതാണ്. മിണ്ടിയും പറഞ്ഞു. ഇടവേളയ്ക്ക് മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ തന്നെ അതിഥിയുണ്ട്, അതിഥി സർപ്രൈസ് ആയിക്കൊണ്ടിരിക്കട്ടെ എന്ന് പറഞ്ഞിരുന്നു. ആ അതിഥിയെ സംബന്ധിച്ച് നമ്മുടെ അതിഥി വളരെ പ്രധാനപ്പെട്ട, ഈ സംസ്ഥാനത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാണ് അല്ലേ രാജേഷ്? അതെ. അമൃത ടിവിക്കൊപ്പം ഓണവിശേഷങ്ങൾ പങ്കുവച്ച് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഇത്തവണ തൂഫാൻ ഓണമാണെന്നും ലഹരിക്കടത്ത് തടയുന്നതിന് പ്രത്യേക തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നതായും അദ്ദേഹം പറഞ്ഞു. കാലം മാറിയാലും ഓണം എപ്പോഴും പഴമയുടെ സൗന്ദര്യം നിറഞ്ഞതാണെന്നും രമേശ് ചെന്നിത്തല അമൃത ന്യൂസിനോട് പറഞ്ഞു. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട ആഭ്യന്തരം വിജിലൻസ് മന്ത്രി ശ്രീ രമേശ് ചെന്നിത്തല അവരുകളാണ് ഇന്ന് അമൃത ടിവിക്കൊപ്പം ഉള്ളത്. സാർ നമസ്കാരം. അമൃത ടിവിയുടെ ഓണാശംസകൾ. UDF സർക്കാർ അധികാരത്തിലേറിയ ശേഷം ഉള്ള ആദ്യ ഒരു ഓണക്കാലമാണ് വരുന്നത്. എങ്ങനെയാണ് ഈ ഒരു ഓണാഘോഷത്തെ ആഭ്യന്തര വകുപ്പിന്റെ തയ്യാറെടുപ്പുകൾ? ഇത്തവണത്തെ ഓണം തുഫാൻ ഓണമാണ്. എല്ലായിടത്തും ജനങ്ങൾ ആവേശപൂർവ്വം ഓണം ആഘോഷിക്കുമ്പോൾ ലഹരി വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഓണം ആഘോഷിക്കണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന. ലഹരി ഒന്നിനും പരിഹാരമല്ല. നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ഒരുപോലെ തകർക്കുന്ന ഈ മയക്കുമരുന്നിൻ്റെ കയ്യിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാൻ ഗവൺമെൻറ് നടത്തുന്ന പരിശ്രമങ്ങളോടൊപ്പം ഒരുമിച്ച് നിന്ന് ഈ തവണത്തെ ഓണം നന്നാക്കണം, നല്ല രീതിയിൽ ആഘോഷിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഓണമെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ ഒത്തിരി ഓർമ്മകൾ ഉള്ള ഒന്നാണ്. കുട്ടിക്കാലത്തെ ഓർമ്മകൾ, നമ്മൾ ആഘോഷിച്ച ആ പഴയകാലത്തെ ഓണത്തിൻ്റെ മധുര സ്മരണകൾ, ഇതെല്ലാം അയവിറക്കിക്കൊണ്ടാണ് ഇപ്പോഴും നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. പഴയതുപോലുള്ള ഓണാഘോഷത്തിനേക്കാൾ ഇന്ന് കൂടുതൽ ഓണാഘോഷങ്ങളുണ്ട്. പക്ഷെ വ്യത്യസ്തമാണെന്നേ ഉള്ളൂ. പണ്ടൊക്കെ
2 മാസം മുമ്പ് ഓണത്തിനുള്ള തയ്യാറെടുപ്പ് ആരംഭിക്കും. ഇപ്പം ഇൻസ്റ്റൻറ്റ് ഓണമാണ് അല്ലേ? ഫോൺ ചെയ്താൽ എല്ലാം ഏത് ഓണസദ്യ വരെ വീട്ടിലെത്തും. ഇതാണ് വ്യത്യാസം. പക്ഷേ കാലത്തിൻ്റെ മാറ്റമാണത്. പക്ഷെ എന്നാലും ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് മലയാളി ഉണ്ടോ അവിടെയെല്ലാം ഓണം ആഘോഷിക്കും. സാറ് പറഞ്ഞു തുടങ്ങിയിടത്തുനിന്ന് അടുത്തൊരു ചോദ്യം ചോദിക്കുകയാണ്. ഈ തൂഫാൻ കഴിഞ്ഞൊരു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ വലിയ ഫലം കണ്ടെത്തി. പ്രത്യേകിച്ച് ഈ ഓണക്കാലം അല്ലെങ്കിൽ ഉത്സവകാലങ്ങളിൽ ഇത്തരത്തിലുള്ള ലഹരിക്കടത്ത്, ലഹരിയുടെ ഉപയോഗം, അത് മദ്യം മുതൽ ഏറ്റവും അപകടകരമായിട്ടുള്ള സിന്തറ്റിക് ഡ്രഗ്സ് വരെയുള്ളതിൻ്റെ കടത്ത് വളരെ വ്യാപകമാകും. അത് നിയന്ത്രിക്കുന്നതിന് തടയുന്നതിന് എന്തെല്ലാം പ്രത്യേക സജ്ജീകരണങ്ങൾ പദ്ധതി ഒരുക്കിയിട്ടുണ്ട്? അതാണ് ഓപ്പറേഷൻ തുഫാൻ. നമ്മൾ ശക്തമായി തന്നെ അനധികൃതമായ മയക്കുമരുന്ന് വ്യാപനം, ഉപയോഗം എന്നിവ തടയാനാണ് ഈ പദ്ധതി. ഇത് ജനങ്ങളുടെ പിന്തുണയോടെയാണ് ഈ പദ്ധതി നടപ്പാക്കുന്നത്. പോലീസിൻ്റെ പരിപാടിയല്ല, ഇത് ജനങ്ങളുടെ പരിപാടിയാണ്. കാരണം ഈ രാസലഹരിയിലൂടെ തകർന്നു പോകുന്ന ജീവിതങ്ങൾ, ആ ജീവിതങ്ങളെ രക്ഷിക്കാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യുവതലമുറ, അവരെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ആ ഉത്തരവാദിത്വമാണ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അത് കേരള ജനത മനസ്സിൽ ഏറ്റെടുത്ത പ്രവർത്തനമായി മാറി. ഇന്നെല്ലാവരും ഓപ്പറേഷൻ തുഫാനോടൊപ്പം ചേരുന്നു. എല്ലാവരും തുഫാൻ വാരിയേഴ്സാകുന്നു. കേരളത്തിൽ ആളുകളാണ് പോലീസിനെ വിളിച്ചു പറയുന്നത് ഇന്നടത്തതുണ്ട്. പണ്ടൊക്കെ ഈ മയക്കുമരുന്ന് മാഫിയയെ ജനങ്ങൾക്ക് പേടിയായിരുന്നു. ഇപ്പം തിരിച്ചാണ്. ജനങ്ങളെ മാഫിയ പേടിക്കുന്ന സ്ഥിതിയാണ്. അതുകൊണ്ട് വൻതോതിൽ ഇത് പിടിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. സാർ, ഔദ്യോഗിക കാര്യങ്ങൾക്കപ്പുറത്തേക്ക് എങ്ങനെയാണ് ഒരു ഓണാഘോഷത്തിൻ്റെ ഓർമ്മകൾ, പ്രത്യേകിച്ച് ഈ രാഷ്ട്രീയത്തിൽ ഇറങ്ങിയതിന് ശേഷം കുടുംബത്തോടൊപ്പമുള്ള ഒരു ഓണാഘോഷത്തിന് സമയം എത്രത്തോളം കിട്ടാറുണ്ട്? തീർച്ചയായിട്ടും ഓണം എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും വീട്ടിൽ ആഘോഷിക്കുന്നതല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ചേർന്ന് ഓണം ആഘോഷിക്കും. ഇത്തവണത്തെ എനിക്കൊരു നഷ്ടമുള്ളത് അമ്മ ഇല്ല എന്നുള്ളതാണ്. അമ്മ ഉണ്ടായിരുന്നപ്പോൾ എല്ലാവരും അമ്മയുടെ അടുക്കൽ ഒരുമിച്ച് ചേരുമായിരുന്നു. ഇത്തവണ അമ്മ മരിച്ചു പോയതുകൊണ്ട് അങ്ങനെ വലിയ ഓണാഘോഷമില്ല. എന്നാലും ആ അമ്മയെ സ്മരിച്ചുകൊണ്ടുള്ള ഒരു ഓണ സദ്യയും മറ്റുമൊക്കെ ഉണ്ട്. ഒരു പഴയ കാലത്തെ ഓണാഘോഷത്തിൻ്റെ ഓർമ്മകളും ഈ ഒരു പുതിയ നൂറ്റാണ്ടിൽ അല്ലെങ്കിൽ ഒരു പുതിയ അത്യാധുനിക യുഗമാണ്. എല്ലാം സാറ് നേരത്തെ പറഞ്ഞതുപോലെ എല്ലാം കൈപ്പിടിയിലേക്ക് ഒരു ഫോൺ കോളിൽ അല്ലെങ്കിൽ ഒരു ഇൻ്റർനെറ്റിൽ നമുക്ക് കൈപ്പിടിയിലെത്തും. അതിൻ്റെ ഒരു പഴമയുടെ സൗന്ദര്യം നിലനിർത്താൻ ഇപ്പോഴും സാധിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ആ പഴയ ഓർമ്മകൾ നമ്മളെ കൂടുതൽ ഓണം ആഘോഷിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. അതെല്ലാവരുടെയും മനസ്സിലുള്ളത്. എൻ്റെ മനസ്സിൽ മാത്രമല്ല, നിങ്ങളുടെയൊക്കെ മനസ്സിലുണ്ടാവും. തന്നെയാലും മലയാളി എവിടെയുണ്ടോ അവിടെ എല്ലാം ഓണം ആഘോഷിക്കും. അപ്പം നമ്മുടെ വിദേശ രാജ്യങ്ങളിലാണെങ്കിലൊക്കെ 4-5 മാസമാണ്. അവരൊക്കെ നമ്മളെ വിളിക്കാറുണ്ട്. അപ്പോൾ ഓണം ജാതി മത ചിന്തകൾക്ക് അതീതമായി, വർണ്ണവർഗ വ്യത്യാസങ്ങൾക്ക് അതീതമായി എല്ലാ മലയാളിയും ആഘോഷിക്കുന്ന ഉത്സവമാണ്. അത് ഇപ്പോഴും എപ്പോഴും നിലനിൽക്കുമെന്ന വിശ്വാസമാണ് എനിക്ക്. സാർ, ഒറ്റ കാര്യം കൂടെ, ഈ കേരളത്തെ സംബന്ധിച്ച് കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ അത് പുതിയ വെല്ലുവിളികളാണ് സമൂഹം നേരിടുന്നത്. ഇപ്പോൾ കരുവാറ്റയിലെ സംഭവമാണെങ്കിൽ ചെറിയ കുട്ടികളിൽ ഈ കുറ്റകൃത്യം ചെയ്യാനുള്ള വാസന കൂടുന്നു. അതിനപ്പുറത്തേക്ക് പോലീസിനും പൊതുസമൂഹത്തിനും വെല്ലുവിളിയായിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള പുതിയ കുറ്റകൃത്യ രീതികളെല്ലാം എത്തുന്നത്. അതിനെ നേരിടാൻ പ്രത്യേകിച്ച് എന്തെല്ലാം തയ്യാറെടുപ്പുകൾ ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിൽ നടത്തുന്നുണ്ട്? ഞങ്ങളതിന് തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയ കുറ്റകൃത്യങ്ങൾ, കൂടുതൽ സൈബർ കുറ്റകൃത്യങ്ങൾ, പിന്നെ മറ്റ് രാജ്യങ്ങളിലും പ്രദേശങ്ങളിലുമുള്ള കുറ്റകൃത്യങ്ങളെ പറ്റിയുള്ള വാർത്തകൾ വായിച്ച് അതിൽ നിന്ന് ആവേശം കൊള്ളുന്നവർ, സിനിമ കണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ കുറ്റകൃത്യങ്ങളെ തടയാനുള്ള ആധുനിക സംവിധാനങ്ങൾ പോലീസിനുണ്ട്. ഇപ്പം തന്നെ എൻ്റെ മണ്ഡലമാണ് ഈ ഹരിപ്പാട്. അവിടെ ഒരു പഞ്ചായത്താണ് കരുവാറ്റ. സംഭവം ഉണ്ടായി 24 മണിക്കൂറിനുള്ളിൽ പോലീസ് പിടിച്ചില്ലേ. അത് ആദ്യം മുതൽ തന്നെ ഞാൻ അതിൻ്റെ പിന്നാലെ ഉണ്ടായിരുന്നു. എത്രയും പെട്ടെന്ന് പിടിക്കണം. SP, DIG എല്ലാവരും അവിടെ തന്നെ ഉണ്ടായിരുന്നു. പെട്ടെന്ന് നമ്മൾ പിടിച്ചു. കൃത്യമായി അതിൻ്റെ കാരണങ്ങളിലേക്ക് എത്തി ആളുകളെ അറസ്റ്റ് ചെയ്തു. അപ്പോൾ പോലീസ് ആ കാര്യത്തിൽ സമർത്ഥമായി ചെയ്തു. ഞാൻ അവരെ അഭിനന്ദിക്കുകയാണ്. താങ്ക് യു സോ മച്ച് സാർ. ആഭ്യന്തര വകുപ്പിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഒപ്പം ഓണവിശേഷങ്ങളുമാണ് ബഹുമാനപ്പെട്ട ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പങ്കുവച്ചത്. രാജേഷ്, ഏതായാലും ജിഷ്ണു കൃഷ്ണനാണ് നമുക്ക് ആഭ്യന്തരമന്ത്രിക്കൊപ്പം സംസാരിച്ചത്. ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു. പഴമയുടെ സൗന്ദര്യം നിറഞ്ഞതാണ് ഓണം എന്ന് രമേശ് ചെന്നിത്തല പറഞ്ഞു വയ്ക്കുകയായിരുന്നു. ഏതായാലും ഓണാഘോഷങ്ങൾ പൊടിപൊടിക്കുമ്പോൾ തൂഫാൻ അതിന് വളരെ ശക്തിയായി മുന്നോട്ട് പോകുന്നു എന്നുകൂടി ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കി, അല്ലേ? അതെ.
കല്യാൺ സിൽക്സിന്റെ ഓണക്കോടിക്കൊപ്പം 2 കോടി സമ്മാന പദ്ധതിയുടെ 3ാം ആഴ്ചയിലെ നറുക്കെടുപ്പ് കോഴിക്കോട് നടന്നു. 5 ടൊയോട്ട ഗ്ലാൻസ കാറുകൾ, 28 സ്കൂട്ടറുകൾ, 28 AC, 28 ഗൃഹോപകരണ കോംബോ, ലക്ഷക്കണക്കിന് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ എന്നിവയാണ് സമ്മാനമായി നൽകിയത്. കല്യാൺ സിൽക്സിന്റെ കോഴിക്കോട് തൊണ്ടയാട് ഷോറൂമിൽ നടന്ന ചടങ്ങിൽ MLA-മാരായ കെ ജയന്ത്, ഫൈസൽ ബാബു, VT സൂരജ്, വിദ്യാ ബാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് നറുക്കെടുപ്പ് നടത്തിയത്. അടുത്ത ആഴ്ച തൃശൂരിൽ നടക്കുന്ന ചടങ്ങിൽ ആഴ്ചയിലെ നറുക്കെടുപ്പിനൊപ്പം ബമ്പർ സമ്മാനമായി 25 ലക്ഷം രൂപയുടെ സ്വർണ്ണ നാണയങ്ങളും നൽകും. അപ്പോൾ വിജയികളുടെ കൂപ്പൺസ് കയ്യിൽ പിടിച്ച് നമ്മൾ ചെറിയൊരു ഫോട്ടോ സെഷനിലാണ്. കല്യാൺ സിൽക്സിന്റെ ഓണക്കോടിക്കൊപ്പം 1.5 കോടി സമ്മാന പദ്ധതി 2014 ആരംഭിച്ചതെന്നും നിലവിൽ 2 കോടിയുടെ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കൾക്കായി നൽകുന്നതെന്നും കല്യാൺ സിൽക്സ് CEO CS അനിൽകുമാർ പറഞ്ഞു. 28 സ്കൂട്ടർ, 28 AC, 28 ഹോം അപ്ലയൻസ്, ലക്ഷക്കണക്കിന് രൂപയുടെ ഗിഫ്റ്റ് വൗച്ചറുകൾ, കൂടാതെ 5 ടയോട്ട ഗ്ലാൻസ കാറ്, ബമ്പർ സമ്മാനമായിട്ട് 25 ലക്ഷം രൂപ വിലമതിക്കുന്ന ഗോൾഡ് കോയിൻ. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത്. 3ാമത്തെ ആഴ്ചയിലത്തെ നറുക്കെടുപ്പ് കഴിഞ്ഞു. ആദ്യത്തെ ആഴ്ചയിലത്തെ തിരുവനന്തപുരത്തായിരുന്നു, 2ാമത്തെ ആഴ്ചയിലത്തെ എറണാകുളത്ത് കഴിഞ്ഞു. അടുത്ത ആഴ്ച 30-ാം തീയതി തൃശ്ശൂർ പാലസ് റോഡ് ഷോറൂമിൽ വെച്ചിട്ടാണ് 4ാമത്തെ ആഴ്ചയിലത്തെ നറുക്കെടുപ്പും അതോടൊപ്പം തന്നെ ബമ്പർ നറുക്കെടുപ്പും ഉണ്ടാവുക. അതിപ്പോൾ ഇന്നിവിടെ എത്ര ഗിഫ്റ്റ് എടുത്തോ അത്രയും ഗിഫ്റ്റ് തന്നെ അടുത്ത ആഴ്ചയുണ്ട്. അതുകൂടാതെ 25 ലക്ഷം രൂപയുടെ ഒരു ബമ്പർ സമ്മാനം കൂടിയുണ്ട്. വിപുലമായ ഓണം കളക്ഷനുകളും ഓഫറുകളുമായി പോത്തീസ്. ട്രെൻഡ് വസ്ത്രങ്ങൾക്കൊപ്പം ഓണം ട്രഡീഷണൽ വസ്ത്രങ്ങളുടെ വൻ ശേഖരമാണ് പോത്തീസ് ഗുണഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ഓണം അടിപൊളിയാക്കാൻ സദ്യ പോലെ ഓണക്കോടിയും വേണം. ഓണക്കോടിക്കൊപ്പം എല്ലാ പ്രായക്കാർക്കും ഇണങ്ങുന്ന വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരമാണ് പോത്തീസ് ഓണനാളുകളിലേക്ക് ഒരുക്കിയിരിക്കുന്നത്. തിരുവോണം അടുത്തതോടെ വൻ തിരക്കാണ് പോത്തീസിൽ. ഓണം എന്ന് പറയുന്നത് മലയാളികളുടെ ഏറ്റവും വലിയ ഒരു ആഘോഷമാണ്. അതിനോടൊപ്പം പ്രാധാന്യമുള്ളതാണ് വസ്ത്രങ്ങളുടെ പർച്ചേസ് എന്ന് പറയുന്നത്. സോ അതനുസരിച്ച് നമ്മൾ എല്ലാ വിഭാഗങ്ങളിലുമായിട്ട് ട്രെൻഡിങ് ആയിട്ടുള്ള ട്രഡീഷണൽ തീംഡ് വരുന്ന കളക്ഷൻസാണ് ഞങ്ങൾ പുതിയതായിട്ട് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ വിഭാഗങ്ങളിലും ആകർഷകങ്ങളും മനോഹരമായിട്ടുള്ള കളക്ഷൻസും ഞങ്ങൾ ഒരുക്കിയിട്ട് ഉണ്ട്. 4 നിലകളിലായി യുവാക്കൾക്കും കുട്ടികൾക്കും മുതിർന്നവർക്കുമായി പുതിയ ഫാഷൻ ശേഖരവും എക്സ്ക്ലൂസീവ് സാരികളുടെ മാത്രം കളക്ഷൻസും പോത്തീസിന്റെ മാത്രം പ്രത്യേകതയാണ്. 2000 രൂപയ്ക്ക് മുകളിലുള്ള പർച്ചേസിന് ലക്കി കൂപ്പണും പോത്തീസ് ഓണം കൈനിറച്ചോണം എന്ന പേരിൽ പോത്തീസ് സ്റ്റോറിലും ഓണം ഓഫറുകളും സമ്മാനങ്ങളും ഉപഭോക്താക്കളെ കാത്തിരിപ്പുണ്ട്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഈ പറഞ്ഞതുപോലെ തന്നെയാണ് ഓണം ആഘോഷത്തിനായി എല്ലാ മലയാളികളും അതിൻ്റെ ഒരു നെട്ടോട്ടത്തിൽ ആണ്. ഇപ്പോൾ വിപുലമായ കളക്ഷൻസാണ് അല്ലേ കേരളത്തിലാകെ എല്ലാ വസ്ത്രവ്യാപാര ശാലകളിലൊക്കെ ഒരുക്കിയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഏതായാലും ഓണാഘോഷം പൊടിപൊടിക്കുകയാണ്. അതങ്ങനെ തന്നെ മുന്നോട്ട് പോകട്ടെ. ഒപ്പം കരുതലോടെ മുന്നോട്ട് പോകണം. മഴയുടെ സമയമാണ്, അതിൻ്റെതായ ജാഗ്രത എടുക്കേണ്ടതുണ്ട്. ഒപ്പം ആദ്യം പറഞ്ഞതുപോലെ ഇന്നലെ വരെയുള്ള പരാജയങ്ങളൊക്കെ മാറ്റിവെച്ച് ഇന്ന് പുതിയ തുടക്കമാണെന്ന് വിചാരിച്ച് മുന്നോട്ട് പോവുക. എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. കൂടുതൽ വാർത്തകളൊക്കെ വരും. അത് അമൃത ന്യൂസിൻ്റെ YouTube ചാനലിൽ കാണാം. നമസ്കാരം.